ഇങ്ങനൊരു അവസരം തന്ന ദൈവാസനം നന്ദി പറയുന്നു. Thank you, Pastor Sam, for giving me time tonight. ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. നമ്മുടെ നടുവിൽ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. Tonight, Jesus is in the midst of us. ആമേൻ. Amen. ആമേൻ. Amen. അവൻ അത്ഭുത മന്ത്രിയാണ്. He is a minister of miracles. ഹല്ലേലൂയ. ഈ വചനപ്രകാരം അവനിവിടെ ഉണ്ട്. According to the word, he is here. നമ്മൾ വിശ്വാസത്താൽ അവനെ കാണണം. We have to see him in faith. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നതാണ്. Today I'm going into the words. മത്തായി സുവിശേഷം 4:19 വാക്യം. Matthew 4:19. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാകും എന്നോട് പറഞ്ഞു. Come follow me, Jesus said, and I will make you fishers of men. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വരിക. Jesus said, follow me. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാകും. I will make you fishers of men. നിങ്ങൾ മത്സ്യത്തെ പിടിക്കുന്നവരാണ്. You were fishing all this time. എന്റെ പുറകെ വന്നാൽ If you follow me, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാകും. I will make you fishers of men. ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത്. Jesus raises anyone. ദൈവമാണ് ഒരു മനുഷ്യന് കഴിവ് കൊടുക്കുന്നത്. He is the one who gives a capability. ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ If Jesus calls somebody, അവനെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. he will make sure that he will reach his goal. അതിനിടക്ക് അവൻ എത്ര പരാജയം വന്നാലും, In between, whatever failures come, അവൻ എത്ര മാറിപ്പോയാലും, whatever even if he goes backwards, ദൈവം അവന്റെ പുറകെ വരും. Jesus follows him. പത്രോസിനോട് യേശു പറഞ്ഞു, നീ എന്റെ പുറകെ വാ. Jesus told Peter, follow me. പത്രോസ് പുറകെ പോയി. Peter followed him. 3.5 വർഷം പുറകെ നടന്നു. 3.5 years he ഒത്തിരി followed. അത്ഭുതങ്ങൾ കണ്ടു. He saw all the miracles. ഒത്തിരി അടയാളങ്ങൾ കണ്ടു. He see all the symbols. യേശുവിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ When Jesus was crucified, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. Peter denied him. അവൻ തള്ളി പറഞ്ഞു. He denied him. അവൻ വിട്ടുപോകുന്ന പടകും വലയും എടുത്ത് Whatever he left behind, the net, the fishing net, അവൻ മീൻ പിടിക്കാൻ വേണ്ടി പോയി. he went to fishing again. അവന്റെ കൂട്ടുകാരുമായി മീൻ പിടിക്കാൻ പോയി. He went with his friends to fishing again. എന്നാൽ But യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിനു ശേഷം after Jesus crucified and he rose up again, യേശു ചെന്നത് മഹാപുരോഹിതന്റെ അടുക്കലല്ല. Jesus didn't go to the priest. യേശു ചെന്നത് അവൻ പിലാത്തോസിന്റെ അടുക്കലല്ല. He didn't go to the Pilate. യേശു ചെന്നത് പത്രോസിനെ തേടിയാ. He went to look for Peter. കാരണം പത്രോസ് എവിടെ പോയാലും Wherever Peter goes, പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നതാകും. Jesus told Peter that wherever you go, I'll make you fishers of men. ഇതുപോലെ തന്നെ Just like that, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Jesus have a plan for us. നമ്മൾ എവിടെ പോയാലും Wherever we go, അവൻ നമ്മളെ തേടി വരും. he will come follow us. കാരണം കർത്താവിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. Because God have a big faith in us. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. It was the plan of God to make Peter fishers of men. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും. Because it was the plan of Jesus, he said, I will ask to God. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരും. The Holy Spirit will come upon you. ഞാൻ ചോദിക്കും. I will ask. ഞാൻ പിതാവിനോട് ചോദിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. I will ask Father and the Holy Spirit will come upon you. നമ്മുടെ കഴിവ് കൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്നത്. It's not because of our capability that we get the Holy Spirit. പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ നടക്കുന്നുണ്ട്. അവൻ
പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുകയാണ്. Because Jesus is sitting at the right side of the Father and He asked for it. That's why we get the Holy Spirit. Hallelujah. 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 പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. The Holy Spirit has to come upon us. That's that Jesus' plan. കാരണം നമ്മൾ യേശുവിനെ തിരഞ്ഞെടുത്തതല്ല. Because we didn't go look for യേശു him. നമ്മളെ തിരഞ്ഞെടുത്തതാണ്. He chose us. നമ്മൾ ഒരിക്കലും മറഞ്ഞിരിക്കാനുള്ളവരല്ല. We are not to be hidden. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ളവരാണ്. We have to get up and light up. നമ്മൾ പോകുന്നിടത്ത് നമ്മൾ പ്രകാശിക്കണം. Wherever we go, we have to be the നമ്മൾ light. ജോലി സ്ഥലത്ത് പോയാൽ അവിടെ നമ്മൾ പ്രകാശിക്കണം. We go to work, we have to light up. കാരണം വചനം പറയുന്നു Because the word says, ഇരുളിൽ വെളിച്ചം പ്രകാശിക്കും. in the darkness the light will be. ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. The darkness won't hide the light. ഇരുൾ അതിനെ പിടിച്ചടക്കത്തില്ല. It won't hide the light. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. We are the light of the world. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. We are the light of the world. കാരണം നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. Because Jesus chose us. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാക്കും. Jesus said, I'll make fishers of men. പത്രോസിനെ മീനെ പിടിക്കാൻ അറിയാം. Peter know how to fish, പക്ഷേ മനുഷ്യനെ പിടിക്കാൻ അറിയത്തില്ല. but he didn't know how to fish men. യേശുവിന് മീനെ പിടിക്കാൻ അറിയാം, മനുഷ്യനെ പിടിക്കാൻ അറിയാം. Jesus knows both fishing and how to fish the man. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം യേശു ഒരു തച്ചന്റെ മകനാണ്. Jesus was a carpenter's son. ഹല്ലേലൂയ. Hallelujah. എന്നാൽ അവൻ ദൈവത്തിന്റെ പുത്രനാണ്. But he is a son of God. അതുകൊണ്ട് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. So nothing is impossible with Jesus. ഹല്ലേലൂയ. Hallelujah. അവൻ പത്രോസ് യേശുവിനെ വിട്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയി. Peter left Jesus and he went for fishing. ഒന്നും കിട്ടിയില്ല. He didn't get anything. യേശുവില്ലാതെ നമ്മൾ എവിടെ പോയാലും ഒന്നും കിട്ടത്തില്ല. Wherever we go without Jesus, we don't get anything. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ But if Jesus is with us, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് എല്ലാം കിട്ടും. wherever we go, we'll get everything. പത്രോസിന് ഒന്നും കിട്ടിയില്ല. Peter didn't get anything. തള്ളി പറഞ്ഞ പത്രോസ്, He declined Jesus. യേശുവിനെ വിട്ടുപോയ പത്രോസ്. He denied Jesus and left him. എന്നാൽ യേശു അവനെ തേടി ചെന്നു. But Jesus followed him and found യേശു him. അവനെ തേടി ചെന്നു. He went to find him എന്നിട്ട് അവനോട് പറഞ്ഞു, and told him, നീ വലത്തുഭാഗത്ത് മീൻപിടുത്തത്തിന് വലയിറക്കുക. you put your nets onto the right side. നിനക്ക് മീൻ കിട്ടും. You will get the fish. ഇത് പറഞ്ഞപ്പോൾ പത്രോസിനകത്തിൽ ഇത് യേശുവാണോ? When Jesus said that, he didn't know that was Jesus. Peter didn't know that. പക്ഷെ മീൻ കിട്ടിയപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് യേശുവാണ്. But when he got the fish, he knew that was കാരണം Jesus. പത്രോസിന് അറിയാം ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ അവൻ മീൻ പിടിക്കാൻ പറഞ്ഞ വലിയ മീനെ തന്നവൻ യേശുവാണ്. അതുകൊണ്ട് മീനെ കിട്ടിയപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് കർത്താവാണ്. Because all night he worked hard for the fishing to get fish, but he didn't get. And when he got all those fishes, he knew that was Jesus, because only Jesus can do it. അതാ യേശുവിന്റെ പ്രത്യേകത. That was the specialty of Jesus. യേശുവിന്റെ പ്രത്യേകത That's the specialty. നമ്മളെ ഒരാൾ തള്ളിപ്പറഞ്ഞാൽ If someone denies us, നമ്മൾ പിന്നെ അവന്റെ അടുത്ത് പോകത്തില്ല. we don't go behind him. We don't go with him നിങ്ങൾ പോകും. anymore. Would you go? 3.5 വർഷം 3.5 years. ഫുഡ് കൊടുത്തു, He feeded him. വസ്ത്രം കൊടുത്തു, He dressed him. കൂടെ കൊണ്ടു നടന്നു. He took him wherever he എന്നാൽ went. യേശുവിനെ പിടിച്ചപ്പോൾ But when he was caught, തള്ളിപ്പറഞ്ഞു പോയ he denied him. പത്രോസിനെ തേടി He denied. The Peter യേശു denied him. ചെല്ലുക മാത്രമല്ല, Jesus went to അവൻ him, ഇഷ്ടം പോലെ മീനെ കൊടുത്തു. and he also gave him lots of fishes. മാത്രമല്ല Not only അവന് that, കഴിക്കാനുള്ള മീനും റെഡിയാക്കി വെച്ചിരിക്കുക. he also had prepared the fish for him to യേശു eat. എന്നിട്ടാണ് വിളിക്കുക. And Jesus called him. കാരണം യേശുവിന് ഒരു ലക്ഷ്യമുണ്ട് പത്രോസിനെ കുറിച്ച്. But because Jesus had a plan for him. ഭൂമിയുടെ അറ്റത്തോളം അവനെ എന്നെ സാക്ഷിയാക്കണം. He had the plan that he had to preach all through the world and the end of the world. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും For us and for you, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. Jesus has planned for us too. ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകണം. To the end of the earth, we have to be the disciples of God. യേശുവിനെ പത്രോസിനെ യേശു വിളിച്ചിട്ട് പറഞ്ഞു, He called Peter. ഉയരത്തിൽ
തിരിക്കുമ്പോഴോ the power from Father. യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. Don't leave me until you get the power from me. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ When the Holy Spirit comes upon you, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് you will get the power. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. You will be disciples of Judea, Samaria, and at the end of the earth. പത്രോസിന് അറിയത്തില്ല കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്. Peter didn't know that if you wait for it, you will get the Holy അത് Spirit. യേശു പറഞ്ഞു കൊടുക്കാൻ നീ കാത്തിരിക്കണം. But Jesus told him, you have to wait for it. അങ്ങനെ കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. And then they started waiting for it. 120 പേർ കാത്തിരിക്കാൻ തുടങ്ങി. 120 people waited for it. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ When the day of Pentecost came, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. the Holy Spirit came upon them. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. Their tongues were like a fire. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. The Holy Spirit came upon them. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ As the Spirit gave them the tongues to അവർ speak, അന്യഭാഷ പറഞ്ഞു തുടങ്ങി. they started speaking in tongues. അന്യഭാഷ പറയാൻ തുടങ്ങി. They started speaking in tongues. ഇവര് അന്യഭാഷ പറയാൻ വേണ്ടി ഇരുന്നതല്ല, They didn't sit there to speak in tongues. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇരുന്നതാ. They sit there waiting for the Holy Spirit. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ But when the Spirit came upon them, ആത്മാവ് അവരിൽ സംസാരിക്കാൻ തുടങ്ങി. the Spirit started talking in അവർ tongues. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. They filled with Holy Spirit. അന്യഭാഷ പറയാൻ തുടങ്ങി. They started speaking in tongues. അവരെല്ലാവരും അന്യഭാഷ പറയാൻ They തുടങ്ങി. all started speaking in tongues. പത്രോസ് മാത്രമല്ല, Not only Peter, ലൂക്കോസ് മാത്രമല്ല, not Luke. 120 പേരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. 120 people who were waiting there started speaking in tongues. കാരണം കാത്തിരിക്കാൻ പറഞ്ഞത് യേശുവാണ്. Because the person who said to wait is Jesus. പറഞ്ഞത് യേശുവാണ്. It's Jesus who told them. പ്രാർത്ഥിച്ചത് യേശുവാണ്. Jesus who prayed for them. അതുകൊണ്ട് Because of that, 120 പേരുടെ മേലും all the 120 people പരിശുദ്ധാത്മാവ് വന്നു. received the Holy അവർ Spirit. ആത്മാവിൽ നിറഞ്ഞു. They were filled in spirit. അവർ അന്യഭാഷ പറയാൻ തുടങ്ങി. They started speaking in tongues. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ When the Holy Spirit came upon അവർക്ക് them, നിൽക്കാൻ കഴിഞ്ഞില്ല. they cannot stand. അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. They could not അവർ stand. അന്യഭാഷ പറഞ്ഞ് തെറിക്കാൻ തുടങ്ങി. They started dancing. ആൾക്കാരെല്ലാം വന്ന് കൂടാൻ തുടങ്ങി. All the people started coming. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ When the Holy Spirit come ആ upon them, ദേശത്തുള്ള ആളുകൾ അവിടെ വന്നുകൂടി. all the people around there came and sit watching that. അവർ നോക്കിയപ്പോൾ When they saw that, അവര് പറഞ്ഞു, when they said, ഇവരെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു. they are all drunken. ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു. They are all drunken. അഭിഷേകം വന്നപ്പോൾ When the Holy Spirit came, അവർക്ക് നിൽക്കാൻ കഴിയില്ല. they could not stand. അവർ തെറിക്കാൻ തുടങ്ങി. They started dancing. പരിശുദ്ധാത്മാവ് വന്നാൽ When the Spirit comes upon നീ you, ചാടും ചിലപ്പോൾ. you will jump. നീ ഡാൻസ് ചെയ്യും. You will dance. നീ തെറിച്ചു പോകും. കാരണം നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. Because the Holy Spirit is the one. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ When the Holy Spirit comes, ആൾക്കാർ ഓടിക്കൂടും. all the people will come around you. പത്രോസ് എഴുന്നേറ്റ് നിന്നു. Peter stood up. പ്രസംഗിക്കാൻ തുടങ്ങി. He started preaching. ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളി പറഞ്ഞ പത്രോസ് Peter who denied Jesus in front of a girl. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ When the Holy Spirit came upon him, ആയിരങ്ങളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നു. he stood up in the midst of thousands. എവിടെ നിന്ന് കിട്ടി ധൈര്യം? Where does this strength come from? എവിടെ നിന്ന് കിട്ടി ബലം? When did the strength come from? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ When the Spirit comes upon you, നിനക്ക് ശക്തി കിട്ടും. the strength will come upon you. എവിടെ നീ പരാജയപ്പെട്ടോ Wherever there is അവിടെ failure, ജയിക്കുവാനുള്ള പാത കിട്ടും. you will win in midst of there. പത്രോസ് എഴുന്നേറ്റ് നിന്നു. Peter stood up one day. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. He started preaching. പത്രോസിന്റെ പുറകിൽ Behind him, 119 പേര് 119 people were ശബറക്ക പലക്ക സമ്പറക അന്യഭാഷ പറയുക. there. They were all speaking in അവർ അന്യഭാഷ പറയുക. behind him. 119 പേര് പുറകിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 119 people were praying and speaking. ഒരു പത്രോസ് പ്രസംഗിക്കുന്നു. Only Peter was preaching. 120 പേര് പ്രസംഗിച്ചില്ല. Not 120 people preached it. 119 പേര് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. 119 people were behind ഒരു him. പത്രോസ് പ്രസംഗിച്ചപ്പോൾ Only one Peter. 3000 പേര് സ്നാനം
people got saved and baptized. 3000 പേര് സ്നാനപ്പെട്ടു. 3,000 people. പരിശുദ്ധാത്മാവ് വന്നാൽ, When the Holy Spirit comes, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ when you get the Holy നാം Spirit, ചോദിക്കുന്നതിനും നിരക്കുന്നതിനോ അത്യന്ത ഫലമായിട്ട് ദൈവം നമുക്ക് നൽകി തരാം. whatever we ask for, God will give more than they ask. Hallelujah! 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 പരിശുദ്ധാത്മാവ് വരുമ്പോൾ When the Holy Spirit comes, Hallelujah. പവർ വരും. and the power will come upon you. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവും. Your prayer will be strong. പാടുമ്പോൾ ശക്തി ഉണ്ടാവും. Your songs will be strong. പ്രസംഗിക്കുമ്പോൾ ശക്തി ഉണ്ടാവും. Your preaching will be very strong. പരിശുദ്ധാത്മാവ് വന്നാൽ When the Holy Spirit comes upon ശക്തി you, ലഭിക്കും. you will get the power. ബൈബിൾ പറയുന്നു, Bible says വീരത്വത്തിന്റെ ആത്മാവല്ല, it's not the weak, the power. The Holy Spirit is not the weakness. fear of It's, ഭയത്തിന്റെ ആത്മാവല്ല, it's not of fear. ഭയത്തിന്റെ ആത്മാവല്ല, It's not the spirit of fear. ശക്തിയുടെയും It's the spirit of strength. സുബോധത്തിന്റെയും It's the spirit of. സുബോധം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ When the Holy Spirit comes upon you, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. Hallelujah. He will lead us in truth. പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നു. The Spirit came on Peter. 3000 പേര് സ്നാനപ്പെട്ടു. 3,000 people got baptized. അന്യഭാഷ പറയാൻ വേണ്ടി ഇരുന്നതല്ല. They didn't sit there to speak in tongues. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയിച്ചതാ. When the Spirit came upon them, they started talking. ദൂരെ നിന്ന് വന്നവരെല്ലാം നോക്കി. And the people from all over the place come and അവർ look നോക്കിയിട്ട് at them. പറഞ്ഞു, They look at them. ഇവരെല്ലാവരും ഗലീലക്കാരാ. They are from Galilee. പക്ഷേ അവർ നമ്മുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പറയുന്നു. But they are speaking in our tongues about Jesus. ദൈവാത്മാവിൽ സംസാരിക്കുന്നവർ They are speaking in God's language. വലിയ കാര്യങ്ങൾ സംസാരിക്കും. They are speaking big things, ചെറിയ കാര്യങ്ങൾ പറയത്തില്ല. not small things. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. Because our God is big. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. 3,000 people got baptized. ഒരു പ്രസംഗം Only one preaching. 3000 പേര്. 3,000. ഹലോ. അതാ പരിശുദ്ധാത്മാവ്. That is the Holy Spirit. അതാ പരിശുദ്ധാത്മാവ്. That's the Holy Spirit. ഇതിന് പ്രാപിക്കണം. You have to receive it. നിങ്ങൾക്ക് എത്ര പേർക്ക് അന്യഭാഷയുണ്ടോ? How many people who you have speak in tongues? Hallelujah. ആമേൻ. Amen. നിങ്ങൾ അന്യഭാഷ പറയണം. Today we're going to speak in tongues. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ When I came in belief, എനിക്ക് ഈ അന്യഭാഷ ഇല്ലായിരുന്നു. I didn't have this speaking in tongues. എന്റെ പാസ്റ്റർ പറഞ്ഞു, My pastor said, നിങ്ങൾ അന്യഭാഷ പ്രാപിക്കണം. you have to receive. ഞാൻ നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. When I put my hands upon you, നിങ്ങളുടെ തലയെ കൈവെക്കുമ്പോൾ when I put my hands upon you, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. the Holy Spirit will come upon you. നിങ്ങൾ അന്യഭാഷ പറയും. You will speak in tongues. ഞാൻ രക്ഷയിലേക്ക് വന്ന സമയത്ത് When I came in faith, എന്റെ സഭയിൽ ഒത്തിരി ചെറുപ്പക്കാർ വിശ്വാസത്തിൽ വന്നു. many young people came to ഞങ്ങൾ me. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. We started praying. ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയർ ഇരിക്കുമ്പോൾ When we started fasting പാസ്റ്റർ prayer, പറഞ്ഞു, Pastor said, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. I'm going to pray for you നിങ്ങളുടെ today. മേൽ പരിശുദ്ധാത്മാവ് വരും. The Holy Spirit will come upon ഞാൻ you. അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. I started sitting and praying for പാസ്റ്റർ you. പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. Pastor said, stand up. Everybody stood up. ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. Everybody stood പാട്ട് up. പാടാൻ പറഞ്ഞു. Everybody started singing. പാട്ട് പാടി. They were singing. എല്ലാവരും പാടിക്കൊണ്ടിരിക്കുമ്പോൾ When everybody started singing, പാസ്റ്റർ ഓരോരുത്തരുടെ തലയെ കൊണ്ടു കൈവച്ചു. Pastor started putting hands on each എന്റെ other. തലയെ കൈവച്ചപ്പോൾ When he put my hands, ശക്തി എന്റെ മേൽ വന്നു. when the Spirit came upon me, I started ഞാനിങ്ങനെ പറഞ്ഞു, പാല 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 പാല. saying, Pala, Pala. ഞങ്ങളുടെ നാട്ടില് പാല എന്ന് പറഞ്ഞൊരു മരമുണ്ടോ, ഒരു സ്ഥലമുണ്ടോ? In our place, there's a tree called Pala and there's a place called Pala. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, So I thought, മരമാണോ ഇത് സ്ഥലമാണോ? is it a tree or the place? അന്യഭാഷ തന്നെയാണോ? Is it really speaking tongues? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. I started thinking. ഞാൻ തുള്ളി തുള്ളി ഞാൻ I started jumping and saying Pala. ചിന്തിക്കാൻ തുടങ്ങി, മരമാണോ സ്ഥലമാണോ? I started thinking, is it a tree or the place? കൈയടി പറയാൻ തുടങ്ങി. I slowed down. കൈ
കൈയിടി കൊല്ലാൻ തുടങ്ങി. When I slow down, മരമാണോ സ്ഥലമാണോ? tree or the place. ഞാൻ പറയുന്ന അന്യഭാഷ തന്നെയാണോ? Am I speaking in എന്റെ tongues? ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. My mind started working. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ After a while, എന്റെ കൂട്ടുകാരെ നോക്കി. I looked around. അവരെല്ലാം വലിയ അന്യഭാഷയെ സ്തുതിക്കുക. They are speaking in tongues and praising God. ഭയങ്കര ശക്തിയോടെ സ്തുതിക്കുക. They are very strong. ഒത്തിരി ഭാഷകൾ പറയാ. They are speaking in tongues, ഞാൻ different മാത്രം ഇവിടെ tongues. ചിന്തിക്കുന്നു മരമാണോ സ്ഥലമാണോ? I'm the only one sitting there thinking, is it a tree or a place? മരമാണോ സ്ഥലമാണോ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ അവരെല്ലാം ഭയങ്കര ഭാഷ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. When I looked around, they were speaking in tongues. Very ഞാൻ strong. പിന്നെ തീരുമാനിച്ചു. Then I decided, മരമാണെങ്കിലും സ്ഥലമാണെങ്കിലും even if it's a tree or a place, ദൈവം തന്നതല്ലേ? God gave it to me. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പല പല ഭാഷകൾ വരാൻ തുടങ്ങി. പല പല ഭാഷകൾ വരാൻ തുടങ്ങി. Different language come to mind. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? Jesus said, നിന്റെ വായ വിസ്താരിച്ച് തുറക്കുക, open your mouth wide. ഞാൻ അതിനെ നിറക്കും. I will fill it up. നമ്മുടെ വാ തുറന്നാൽ When we open our mouth, പരിശുദ്ധാത്മാവ് നമ്മളെ നിറക്കും. the Holy Spirit will fill it. ഞാൻ അങ്ങനെ ആത്മാവ് നിറഞ്ഞു. I was filled with the പിന്നെ Spirit. ഞാൻ പാല പറയുന്നതിന് സാക്ഷ്യം പറയുമ്പോൾ Then after this, I said the Pala whenever I say my testimony. പുതിയ പുതിയ ഭാഷകൾ എനിക്ക് ദൈവം തരാൻ In തുടങ്ങി. different languages, God gave it to me. എത്രത്തോളം നമ്മൾ ആത്മാവിൽ നിറയുന്നുവോ Whenever you are filled with the Holy Spirit, അത്രത്തോളം വിടുതലുകൾ നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. the more you get the power, the more the strength will come upon പത്രോസ് ശക്തിയോടെ you. Yes, പ്രസംഗിച്ചു. Peter preached in strength. 3000 പേരെ സ്നാനപ്പെടുത്തി. 3,000 people got baptized. അത് കഴിഞ്ഞപ്പോൾ After that, പത്രോസും യോഹന്നാനും Peter and John, പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നു. they went to a temple to pray. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ When they were going to pray, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ അവിടെ ഇരിക്കുക. a person was sitting who was he was limping. ഇതിനു മുമ്പും അവനെ കണ്ടിട്ടുണ്ടോ? They have seen him before that too. അപ്പോഴൊക്കെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? They have given money before that. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ When the Holy Spirit come upon them, പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിൽ ചെല്ലുക. they are going to the temple to ഇവിടെ pray. തലേ പരിശുദ്ധമായ അഗ്നി കത്തി നിൽക്കുക. The Holy Spirit is upon them. ഇവിടെ അകത്ത് അഭിഷേകം കത്തി നിൽക്കുക. They are firing with the അവർ Spirit. അകത്ത് ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. They are speaking inside. ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ When it was filled with the Spirit, പത്രോസിന്റെ അടുക്കൽ കൈ നീട്ടി the beggar he asked money to Peter. പത്രോസ് അവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, Peter looked at him. വെള്ളിയും പൊന്നും എനിക്കില്ല, I don't have no gold or no silver. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. I will give you what I have. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. In the name of Jesus, I tell you to walk, and he lift him up, and അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. he lifted him up with his hand. അവൻ എഴുന്നേറ്റു. He stood up. അവിടെ മറിയാൻ ഉറച്ചു. His back was strong. ഒരിക്കലും നടക്കാത്തതോ He never walked. പത്രോസ് കൈ തൊട്ടപ്പോൾ നടന്നു. When he put his hands upon him, started walking. പരിശുദ്ധാത്മാവിൽ ഒരുവൻ നിറഞ്ഞാൽ When somebody is filled with the Spirit, ഒരിക്കലും നടക്കാത്തതോ whatever is not, നീ തൊട്ടാൽ നടക്കും. it will be possible. നീ തൊട്ടാൽ നടക്കും. It will be possible. നീ തൊട്ടാൽ നടക്കും. It will start walking. അവൻ എഴുന്നേറ്റ് നടന്നു. He started walking. തുള്ളി ചാടി He jumped around. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. He started praising God. അവൻ ഓടി ആലയത്തിൽ ചെന്നു. He ran to the temple. പത്രോസ് ചെല്ലുന്നതിന് മുമ്പ് He went before Peter. അവൻ ആലയത്തിൽ ചെന്നു. He went to the temple. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. He started praising God. അവൻ കുതിച്ച് ചാടി ദൈവത്തെ സ്തുതിക്കുക. He started jumping around and went. അവൻ എന്താ സംഭവിച്ചത്? This all happened ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ because nothing happened until then. പത്രോസിലൂടെ നടക്കാൻ തുടങ്ങി. It started happening with the Peter. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, Today I'm saying, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ if God has called you, നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാനുള്ള He will take you where He ജ്ഞാനം ദൈവം നൽകി തരും. He will give the wisdom. പണം ദൈവം നൽകി തരും. He will give the wealth. അഭിഷേകം ദൈവം നൽകി തരും. He will give the power for it. അതിന്റെ വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്.
The roads are in his hand. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, Jesus said, I am the way, ഞാൻ തന്നെ സത്യം, I'm the truth, ഞാൻ തന്നെ ജീവനാകുന്നു, I'm the life. Amen. ഞാൻ തന്നെ ജീവനാകുന്നു. I'm the life. ഹല്ലേലൂയ. Hallelujah. Amen. അപ്പോൾ ഞാൻ നിന്നെ പിടിക്കും, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതാണ്. Jesus said, I'll make you fishers of men. പത്രോസിനെ ദൈവം മാറ്റി. And he changed Peter. പത്രോസ് പോകുന്നിടത്തെല്ലാം ആൾക്കാർ വരാൻ തുടങ്ങി. People come around Peter wherever he goes. പത്രോസ് നിന്റെ കാര്യമാണോ? Peter is asking, is that his, പത്രോസ് എന്റെ കാര്യമല്ല. he said, it's not me. യേശുവിന്റെ നാമത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. It's in the name of Jesus. that യേശുവിന്റെ things നാമത്തിലാണ് ഇതെല്ലാം happen. നടക്കുന്നത്. In the name of ഇന്ന് Jesus. ദൈവ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ, If the power of God, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, if the Holy Spirit has come upon നടക്കാത്ത you, സകലതും നടക്കും. things that's not happened right now will happen. നടക്കാത്ത സകലതും നടക്കും. Everything will be possible. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Wherever Peter went, the people bring sick people. അവന്റെ നിഴലടിക്കുമ്പോൾ സൗഖ്യമാകാൻ തുടങ്ങി. The shadow of him healed people. അവൻ ശക്തിയോടെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. He started preaching God. And അവൻ ആള് മാറിയതുപോലെയായി. he was totally different. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, If the Holy Spirit comes upon you, നിങ്ങളെ ദൈവം മാറ്റും. Jesus will change you. എന്നെ മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. Jesus changed me. എന്നെ ഉയർത്തിയത് പരിശുദ്ധാത്മാവാണ്. He's the one who uplifted എനിക്ക് me. പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. I didn't know how to preach. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. I was scared of എനിക്ക് preaching. സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. I didn't know how to speak. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. I'm only gone up to 8th grade. അതുവരെ പഠിക്കാൻ പറ്റുള്ളൂ. Until then, I could not finish my studies after that. ഞാൻ പഠിക്കാൻ തുടങ്ങിയതാ. From 8th grade, I started smoking. എനിക്ക് വായിക്കാൻ അറിയത്തില്ലായിരുന്നു. I didn't know how to read. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോൾ When the Spirit came upon me, എനിക്ക് വായിക്കാനുള്ള കഴിവ് കിട്ടി. I started reading. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. I started preaching. Pastor took me wherever he went to preach. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ When I stood up to preach, ആൾക്കാരെല്ലാം എന്നെ നോക്കിയിരിക്കും. people will be looking at me. ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ കണ്ണടക്കും. When people look at me, I close my eyes. ഞാൻ പ്രസംഗിക്കാൻ പോകും. I was scared that it be wrong. എനിക്ക് ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. I had so much to say, പക്ഷെ പറയാൻ പറ്റത്തില്ല. but I could not say it. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോകും. Everything will be wrong. എന്റെ വായിൽ വെള്ളം പറ്റിപ്പോകും. My mouth will get dry. I will be shaking. ഞാൻ പറയാൻ I'll be shaking. എന്റെ പാസ്റ്റർ പറയും, My pastor will say, തന്നെ പ്രസംഗിക്കാൻ കൊള്ളത്തില്ല. you are not good to be a preacher. You're not a good preacher. ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. I came to serve Jesus. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. I know how to preach. ഞാൻ ദൈവത്തോട് കർത്താവേ, ഞാൻ ഇനി എങ്ങനെ സുവിശേഷ വേല ചെയ്യും? I asked God how I'm going to be to preach your gospel to everyone. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി. I started praying one day. എന്നെ അഭിഷേകം ചെയ്യണം. I have to get the Holy Spirit. ദൈവമേ, Jesus. എനിക്ക് I have to ഈ get. ഭൂമിയിൽ ഒരു ആഗ്രഹമില്ല. I don't have any other wishes. ഒന്നെങ്കിൽ എന്നെ അഭിഷേകം ചെയ്യണം, Either you have to give me your spirit, ഇല്ലെങ്കിൽ or ഏലിയാവിനെ എടുത്തതുപോലെ എന്നെ എടുക്കണം. and just like Elijah was taken, or take me to. ഒന്നെങ്കിൽ എന്നെ അഭിഷേകം ചെയ്യണം, Either you have to give me the spirit, ഇല്ലെങ്കിൽ എന്നെ എടുക്കണം. or otherwise you have to take രാവിലെ me. പ്രാർത്ഥിക്കാൻ തുടങ്ങി. I started praying in the morning. I started praying. രാവിലെ 8 മണിക്ക് തുടങ്ങി. Starting in the morning, 8 o'clock. ഈവനിങ് 3 മണിയായപ്പോൾ By 3 o'clock, ഞാൻ തളർന്നു കിടന്നു. I was tired and laying down. ഇനി ചിലപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. Nothing is going to happen anymore. പെട്ടെന്ന് At that time, ആ മുറിയിൽ അന്തരീക്ഷം മാറി. everything, the environment changed. അന്തരീക്ഷം മാറി. Everything was changed. വലിയ പ്രകാശം വന്നു. A big light came. പ്രകാശത്തിൽ നിന്ന് From the light, യേശുവിന്റെ അടുത്ത് വന്നു. Jesus came to me. രണ്ട് കൈ എന്റെ നെഞ്ചിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, He put 2 hands to my chest and ഷാജൻ, said, Shajan, ഇന്ന് മുതൽ today onwards, വചനം പ്രസംഗിക്കാൻ you will speak the word. ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. I will give you the strength for that. ഇന്ന് മുതൽ
today onwards, നീ വാ തുറക്കുമ്പോൾ whenever you open your mouth, നിന്റെ വായിലൂടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങും. I will speak through your tongue. രണ്ട് കരങ്ങളും എന്റെ കയ്യിലേക്ക് വെച്ചു. Hallelujah. Hallelujah. Put his hands upon him. Shajan. രോഗികളുടെ മേൽ കൈവെക്കുവാൻ Whenever you put your hands on ഞാൻ sick, നിന്റെ കൈമേൽ അഭിഷേകം ചെയ്യുന്നു. I will give you the healing power. നീ കൈവെക്കുമ്പോൾ Whenever you put your hands, ദൈവശക്തി വ്യാപരിക്കും. the power of God will ഇത് come. പറഞ്ഞിട്ടോ After he said that, ഞാനിങ്ങനെ കിടക്കുക. I was laying ഇത് down. പറഞ്ഞിട്ടോ After it was said, യേശു പയനിങ്ങനെ പോകുന്നത് എനിക്കറിയാം. I can see him going ഞാൻ out. അവനെ വിളിച്ചു. I started. യേശു അങ്ങ് പോകണ്ട. യേശു അങ്ങ് പോകണ്ട. I said, Jesus, go, don't go away. എന്റെ നെഞ്ചിൽ നീ അഭിഷേകം ചെയ്തു. You have to give me the Spirit. ഞാൻ ഇരുപതാൽ പ്രസംഗിക്കാൻ തുടങ്ങും. I'm going to preach. എന്റെ കൈ നീ അഭിഷേകം ചെയ്തു. You give me a power to my ഞാൻ hand. രോഗികളുടെ കൈവെക്കാൻ തുടങ്ങും. I'm going to heal the sick. ഇന്ന് മുതൽ Today onwards, ഞാൻ കേരളം വിട്ട് പുറത്തു പോകും. I'm going outside ഞാൻ Kerala. ഇന്ത്യ വിട്ട് പുറത്തു പോകും. I'm going outside India. എന്നാൽ ഒരു കാര്യം കർത്താവേ, But one thing, God, എന്നേക്കാൾ ശക്തന്മാരും there are more people who are powerful എന്നേക്കാൾ than me. ബലവാന്മാരും More people who are തെറ്റിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. they have gone astray. നിന്റെ വചനം വിട്ട് മാറാതെ ഓടുവാൻ Help me not to move from your word. എന്റെ കാലം കൊണ്ട് നീ അഭിഷേകം ചെയ്യണം. You have to give me spirit. എന്റെ കാലം കൊണ്ട് നീ അഭിഷേകം ചെയ്യണം. You have to touch my feet too. കർത്താവ് ഇറങ്ങി വന്നു. Jesus came back. എന്റെ കാല് കൈവച്ചിട്ട് പറഞ്ഞു, He touched my feet ഞാൻ and നിന്റെ said, കാലിന് അഭിഷേകം ചെയ്യുക. I am giving spirit ഇന്ന് മുതൽ from today onwards നിന്റെ മരണം വരെ unto your death. വിശ്രമമില്ലാതെ ഓടുവാൻ You will be running around without ഞാൻ no. നിന്നെ അഭിഷേകം ചെയ്യുന്നു. I'm giving you the ഞാൻ power. ഒത്തിരി കരഞ്ഞു. I start crying. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. I thank God. അന്ന് വൈകുന്നേരം And that evening, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. I started preaching. എന്റെ പാസ്റ്റർ പറഞ്ഞു, My pastor said, ഷാജൻ 5 മിനിറ്റ് പ്രസംഗിക്കും. Shajan will take 5 minutes. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ When I started preaching, ആൾക്കാരൊക്കെ ചിരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കും. people were sitting there starting to laugh. ഞാൻ എല്ലാവരും ചിരിക്കാൻ വേണ്ടി നിൽക്കും. They were like waiting to laugh. പക്ഷെ അന്ന് രാത്രി But that night, ഞാൻ എഴുന്നേറ്റപ്പോൾ when I stood up, ആരും ചിരിച്ചില്ല. nobody laughed. പഴയ വേളവൽ എനിക്കില്ലായിരുന്നു. I wasn't shaking like അത് before. എന്റെ നാവിലൊരു ശക്തി ഉണ്ടായിരുന്നു. My tongue has a power. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. I started preaching. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് ജീവൻ ജലം നദികൾ ഒഴുകാം. ഓക്കേ. ഞാനൊന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. I started preaching. ഭയങ്കര പ്രസംഗം. I was preaching. 3/4 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. I took 45 minutes. എന്റെ മാസ്റ്റർ പറഞ്ഞു, My pastor was surprised. ഷാജൻ എന്തുകൊണ്ട് ഇത് ഭയങ്കര ശക്തിയാണല്ലോ. What happened to you today? ഹല്ലേലൂയ. Hallelujah. അന്ന് ആ പ്രസംഗം കേൾക്കാൻ And that day the people were, ബോംബെ എന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. there was somebody from Bombay. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. They liked it. അവർ എന്നോട് ചോദിച്ചു, They came and asked me, ബോംബെ